ഹായ് ഫ്രണ്ട്സ്, വീറ്റ് വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു കാറ്ററിംഗ് ഓർഡറിൻ്റെ വർക്ക് ഉണ്ടായൊരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ കാറ്ററിങ്ങിൻ്റെ ഓർഡറിൽ നമുക്ക് കേസരി ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, പനീർ ബട്ടർ മസാല, കുറുമ, വെജ് സാലഡ്, ഇത്ര ഐറ്റംസാണ് ഉള്ളത്. കേസരിയൊക്കെ ഞാൻ തലേന്ന് തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ തലേന്ന് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ രാവിലെ 10 മണിക്ക് കൊടുക്കേണ്ട ഓർഡറായിരുന്നു. അപ്പോൾ എല്ലാം വെജിറ്റബിൾസൊക്കെ അതുപോലെ മസാലകളൊക്കെ തലേന്ന് തയ്യാറാക്കി വെച്ചു. അപ്പോൾ കേസരി കട്ട് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറുമയ്ക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി എല്ലാം അരിഞ്ഞതും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഗ്രീൻ പീസുകളിലെ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ എഴുന്നേറ്റ് അത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഗ്രീൻ പീസ് നമ്മൾ വേവിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് മഞ്ഞൾപ്പൊടിയും ഈ പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി എല്ലാം കൂടി ചേർത്ത് അത് വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കുക. അതേ സമയത്ത് തന്നെ പനീർ ബട്ടറിലേക്കുള്ള പനീർ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറുമയിലേക്കുള്ള മസാല ഞാൻ പറഞ്ഞല്ലോ, രാത്രി തന്നെ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. രാവിലെ എല്ലാത്തിനും കൂടിയുള്ള സമയം കിട്ടില്ല. അതുകൊണ്ട് അതിലേക്കുള്ള മസാലയും തയ്യാറാക്കി വെച്ച് കേസരി നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി എടുത്തു വെച്ചു. ശേഷം നമ്മുടെ കുറുമയിലേക്ക് ആവശ്യമായ തേങ്ങ, ഒരു അരമുറി തേങ്ങ ചെരുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ മസാലക്കൂട്ടും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ശേഷം നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ച പച്ചക്കറികളൊക്കെ വെന്ത് വരുമ്പോൾ അതൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി നന്നായി അതിനെ തിളപ്പിച്ചെടുക്കുക. അതിലത്തെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മസാല അരച്ചത് നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരച്ച മസാല അതിലേക്ക് ചേർക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ആവശ്യമില്ല കുറുമയ്ക്ക്, അതൊരു നല്ലൊരു തിക്ക് പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഈ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറികളിലേക്ക് ചേർക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് ആ തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. പക്ഷേ പച്ച വെളിച്ചെണ്ണയും ഇത് നമ്മുടെ മസാലകളിൽ ചേർത്തിട്ടുള്ള കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇതിൻ്റെയൊക്കെ സ്മെല്ലാണ് നമ്മുടെ കുറുമയ്ക്ക് ഒരു നല്ല, എന്താ പറയുക, ആ ഒരു സ്മെല്ല്, ആ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് അതിൻ്റെ സ്വാദ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ അരപ്പെല്ലാം ചേർത്ത് വെന്ത് മസാലയൊക്കെ നന്നായി പിടിച്ച പച്ചക്കറി കഷ്ണങ്ങളിലേക്ക് വേണം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചേർത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ആ സമയം നമ്മൾ സ്റ്റവിൻ്റെ തീ ഓഫ് ചെയ്തിടുക. അതിനുശേഷം അതിലേക്ക് മല്ലിയിലയും ചേർത്ത്, ആവശ്യത്തിന് മല്ലിയില, ഒരു ഓവറായിട്ടൊന്നുമല്ല, ഒരു കുറച്ച്, ഒരു എന്താ പറയുക, ഒരു പിടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആവശ്യത്തിന് മല്ലിയില എടുത്തിട്ട് ആ മല്ലിയിലയും ചേർത്ത് നല്ലതുപോലെ ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് കുറുമ അടച്ച് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പനീർ ബട്ടറാണ്. അപ്പോൾ പനീർ ബട്ടറിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ മസാല തലേന്ന് ചേർത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇതിലൊക്കെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് ചേർക്കൂട്ടോ. അപ്പോൾ പനീർ ബട്ടറിലേക്കുള്ള മസാല ഇതുപോലെ തിക്കായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ്, തരിതരിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകം പൊടിച്ചത്, നമ്മുടെ സാധാ ജീരകം ഉണ്ടല്ലോ, ജീരകം പൊടിച്ചതും, പിന്നെ കസൂരി മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉലുവയുടെ ഇല, ഉണക്കിയ ഇല. അപ്പോൾ ഉലുവയുടെ ഇല ഉണക്കിയത്, കസൂരി മേത്തി കുറച്ചെടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കൈ കൊണ്ടൊന്ന് തിരുമ്പി കൊടുത്താൽ അതൊന്ന് പൊടിഞ്ഞു കിട്ടും. അതാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ ബട്ടർ ചേർത്തിട്ടാണ് നമ്മൾ പനീർ ബട്ടർ ഉണ്ടാക്കുക. അതിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ, ബട്ടറാണ് ഇതിൻ്റെ മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായി മെൽറ്റായി വരണം. അപ്പോൾ ബട്ടർ മെൽറ്റാകുമ്പോൾ നമ്മുടെ സാധാരണ ഓയിലും എണ്ണയൊക്കെ ചൂടായി വെറുതെ ഇങ്ങനെ എടുക്കുന്ന പോലെയല്ല, അത് നല്ല പതഞ്ഞാണ് വരിക. അപ്പോൾ ബട്ടർ പതഞ്ഞ് വരുന്ന മെൽറ്റായ ബട്ടറിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ എന്താ പറയുക, ഗ്രാമ്പൂ,
ഒരു ചെറിയ കഷ്ണം പട്ട, ബേ ലീഫ്, 2 ഏലക്കായ, ഇത്ര മതി. അധികം ഒരുപാടൊന്നും വേണ്ട. 2-3 ഏലക്കായും ഇതൊക്കെ ചേർത്താൽ മതി. അതിൻ്റെ ആ ഒരു വാസന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചേർക്കുന്നത്. ഇത് നന്നായി ബട്ടറിൽ കിടന്ന് റോസ്റ്റായി വരുന്നതിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പുണ്ടല്ലോ, പനീർ ബട്ടറിൻ്റെ മസാല, ആ മസാലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അതായത് അതിലത്തെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക. ഈ പനീർ ബട്ടറും നല്ല കുറുകിയ പരുവത്തിലാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ എക്സസ്സായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഈ നമ്മുടെ ബട്ടറും അതൊക്കെ മിക്സായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം കിടന്നത് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് തിളയ്ക്കാനുള്ള സമയം കൊടുക്കുക. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് പനീർ ബട്ടർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ഈ ചേർക്കുന്ന ഈ ഐറ്റംസ് തന്നെയാണ്. കസൂരി മേത്തിയൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഫ്ലേവറാണ് ശരിക്കും ഈ പനീർ ബട്ടറിനൊക്കെ ഒരു നല്ല മണവും അതിൻ്റെ സ്വാദും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ സാധനങ്ങളും നമ്മൾ കറക്റ്റായിട്ടുള്ള അളവിൽ ചേർത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് 2 ഇൻഗ്രീഡിയൻസാണ് ഫ്രഷ് ക്രീം വേണം നമുക്ക്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. അതുപോലെ തന്നെ മാഗിയുടെ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ചേർക്കുന്നത് ചെറിയൊരു ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഓൾറെഡി മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നാലും ടൊമാറ്റോ സോസ് 1 സ്പൂൺ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രഷ് ക്രീമും ചേർക്കുന്നു. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ മസാല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ പനീർ പകുതി വേവായിട്ടുള്ളതാണ്. പനീർ നല്ല തിളച്ച വെള്ളത്തിലാണ് പനീർ നമ്മൾ സോഫ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടി ഈ മസാലകളിൽ ചേർന്ന് കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം അത് തുറന്ന് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അപ്പോൾ ആ വെന്ത് വരുന്ന പനീറും ചേർത്തിട്ടുള്ള കൂട്ടിലേക്ക് അരപ്പിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് നമ്മളുടെ സോസാണ്. സോസ് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്രീം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കസൂരി മേത്തിയും ഇട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പനീർ ബട്ടർ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജീരകം പൊടിച്ചത് ചേർത്തു. ജീരകം പൊടിച്ചതിന് ചേർത്തതിന് ശേഷം നമ്മുടെ കസൂരി മേത്തി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി ഭാഗം കസൂരി മേത്തി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. ആ കസൂരി മേത്തി കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ അത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ കസൂരി മേത്തിയൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഒരു ഞാൻ പറയുന്നത് പോലെ തന്നെ നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് കിട്ടും അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പനീർ ബട്ടർ മസാല ഈ ബട്ടറും പനീറും ഐറ്റംസും എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ അറിയാം നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ബട്ടർ അതിലേക്ക് എന്താ പറയുക 1 സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. ആ കറിയിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചത് മെൽറ്റായിട്ടുള്ള കുറച്ച് ബട്ടർ ഉണ്ടായിരുന്നു. കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചപ്പോഴത്തേനും ചൂടിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു ബട്ടർ ഒന്ന് മെൽറ്റായി. അപ്പോൾ ആ ബട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് കറിയുമായിട്ട് ഒന്ന് അലിഞ്ഞ് ചേർന്ന് വരട്ടെ. ആ ബട്ടർ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് വരുന്നതിലേക്ക് വേണം നമുക്കിനി നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ 1 സ്പൂണിൽ എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ സോസ് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കറിയുടെ ഒരു തിക്നെസ് കിട്ടുന്നത് ഇതിൽ നമ്മൾ ചേർക്കുന്ന ഈ ഐറ്റംസാണ്. നല്ല കുറുകിയ പരുവത്തിൽ ഈ കറിയൊക്കെ റെഡിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ഈ തിക്നെസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന അണ്ടിപ്പരിപ്പ് ഇതിൽ അരച്ച് ചേർക്കുന്നുണ്ടല്ലോ. അണ്ടിപ്പരിപ്പ് നല്ല കുറുകിയ പരുവത്തിൽ കറി കിട്ടാനും അതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും നന്നായി സോസ് ചേർത്ത് തിളച്ച് വരുന്ന നമ്മുടെ കറിയിലേക്ക് നമ്മൾ ഇനി ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം നല്ലപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ക്രീമിൻ്റെ ബോക്സ് നന്നായി ഒന്ന് കുലുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്തപ്പോൾ ആദ്യം നല്ല കട്ടയായിട്ടാണ് ക്രീം കിട്ടിയത്. പിന്നെ ഞാൻ നല്ലതുപോലെ ഒന്ന് കുലുക്കിയതിന് ശേഷം വീണ്ടും
അതിലേക്ക് ക്രീം കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ നമ്മുടെ എന്താ പറയുക, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ക്രീം ഒഴിച്ചു കൊടുക്കുക. കറിയുടെ അളവിനനുസരിച്ച് നമ്മൾ ക്രീം ചേർത്ത് കണ്ടല്ലേ. ഇപ്പോൾ ആ ക്രീമൊക്കെ ചേർന്ന് വന്നപ്പോൾ നമ്മളുടെ കറിയുടെ ടെക്സ്ചർ തന്നെ മൊത്തത്തിൽ മാറിപ്പോയി. നല്ല കുറുകിയ പോലെ ആയി കിട്ടിയില്ലേ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇതിലേക്ക് ഇനി അത്യാവശ്യത്തിന് നമ്മുടെ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത്, പിന്നെ അവസാനം നമ്മൾ ഇത് കറി സെർവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബാക്കി ക്രീം ചേർക്കുന്നത്. അപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള കസൂരി മേത്തിയും കൂടി നമ്മൾ ചേർത്തു. ആ കസൂരി മേത്തിയും ചേർത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു. പിന്നെ ഇനി ഇതിലേക്ക് വെജിറ്റബിൾ സാലഡാണ് വേണ്ടത്. വെജിറ്റബിൾ സാലഡിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ്, കുക്കുംബർ, ക്യാബേജ്, സവാള, ഒരു 2 പച്ചമുളക്, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ് വെജ് സാലഡ്. പിന്നെ അത് ഈ നമ്മൾ ഫ്രൈഡ് റൈസ് ഐറ്റംസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ സോസ് ഐറ്റംസ്. ടൊമാറ്റോ സോസും ചില്ലി സോസും അതിനോടൊപ്പം തന്നെ കോടിയൽ എന്ന് പറഞ്ഞിട്ട് പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒരു ഇതും ലിക്വിഡും കൊടുക്കും. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഭയങ്കര ലെങ്തി ആവുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഫ്രൈഡ് റൈസൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ റെസിപ്പി ആയിട്ട് ഇടുന്നതായിരിക്കും. വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഇത്. കർക്കിടകം 1-ാം തീയതി ആയതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് വെജ് ഐറ്റംസിൻ്റെ ഓർഡറാണ്. അപ്പോൾ എല്ലാം വെജാണ്. അപ്പോൾ ഫ്രൈഡ് റൈസ് സെറ്റാണ്. അപ്പോൾ ഇതേ സമയം തന്നെ കുറുമ ഉള്ളത് കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ പണികളുടെ ഇടയിൽ കൂടെ ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കുറുമ ഉള്ളത് കൊണ്ട് എനിക്കെന്തോ അപ്പം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ, രാവിലെയാണ് ഞാൻ തലേദിവസം അരിയൊന്നും ഇട്ട് വെച്ചില്ല, പച്ചരിയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ വെള്ളത്തിന് അരച്ച് വെക്കാറ്. പക്ഷേ രാവിലെ തന്നെ എന്ത് ചെയ്തു, എഴുന്നേറ്റപ്പോൾ ഒരു 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, നൈസായിട്ടുള്ളത്, നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വാങ്ങുന്നത്, പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്, ആ പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് അവിലും, വെള്ള അവിലും, ഒരു 1/4 കപ്പ് തേങ്ങയും, ഒരു 2 സ്പൂൺ പഞ്ചസാരയും, ആവശ്യത്തിന് ഉപ്പും, ഒരു ഇച്ചിരി എന്താ പറയുക, 1 സ്പൂണിൻ്റെ 1/4 സ്പൂണോളം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് ഞാൻ അരച്ചു വെച്ചു. അപ്പോൾ അതൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ല ഫെർമെൻ്റായിട്ട് കിട്ടും. നമുക്ക് ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും കഴിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഉണ്ടാക്കി, ഒപ്പം തന്നെ അതാ ചായയും തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ 10 മണിക്കാണ് ഫുഡ് കൊടുക്കേണ്ട ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10:30 അവർ പറഞ്ഞത്. പക്ഷെ ഏകദേശം ഒരു 9:45 മുന്നേ ആയിട്ട് തന്നെ എൻ്റെ എല്ലാ വർക്കുകളും തീർന്നിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് തീർന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ സമയമുണ്ടല്ലോ, അപ്പോൾ അവരോടൊരു 10 മണിയാകുമ്പോൾ വിളിച്ച് പറയാം ഫുഡ് റെഡിയാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കസ്റ്റമർ വന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ വന്ന് എടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് സമയമുണ്ട്. അപ്പോൾ അപ്പം തയ്യാറാക്കി വെച്ച് ഒക്കെ സെറ്റാണ്. ഇനി നമ്മളിതൊക്കെ പാക്ക് ചെയ്യാണ്. നമ്മുടെ ഫ്രൈഡ് റൈസ് പാക്ക് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചായ കൂടിയും കഴിഞ്ഞു കേട്ടോ. അപ്പവും കുറുമയും നല്ല ഒരു ഗ്ലാസ് ചായ എനിക്ക് രാവിലെ നിർബന്ധമാണ്. അപ്പോൾ ആ ചായയും അത് കഴിഞ്ഞ് നമ്മുടെ സെർവ് ചെയ്യാനുള്ള പനീർ ബട്ടർ മസാല നമ്മളിവിടെ ക്രീമൊക്കെ ചേർത്ത് മല്ലിയിലയും ചേർത്ത് അവസാനം എനിക്ക് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുറുമയും പാക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കസ്റ്റമറെ വിളിച്ച് പറഞ്ഞു അവർ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ